ഇഷ്ടമുള്ള ഭക്ഷണം, വസ്ത്രം എന്നിവയൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങളാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുമെന്നതാണ് 2014 ശേഷമുള്ള ചരിത്രം. കഴിക്കുന്ന ഭക്ഷണം നോക്കി, ധരിക്കുന്ന വസ്ത്രം നോക്കി പൗരന്മാരെ ഒന്നാം തരവും രണ്ടാം തരവുമായൊക്കെ തിരിക്കുന്ന ഭരണകൂടമാണ് ആ മാറ്റത്തിൻ്റെ പ്രധാന കാരണം. പശു ഇറച്ചി കൈവശം വെച്ചുവെന്ന് ആരോപിച്ച് ആരെ വേണമെങ്കിലും തല്ലിക്കൊല്ലാവുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ സാമൂഹ്യ പരിസരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. അയോധ്യയിലെ രാമക്ഷേത്ര പരിസരത്ത് നോൺ വെജ് ഭക്ഷണം കയറ്റാൻ പോലും പാടില്ലെന്നാണ് UP സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അയോധ്യയിലെ രാമക്ഷേത്ര പരിസരത്തും പാഞ്ച് ക്രോസി പരിക്രമ യാത്രയുടെ ഭാഗമായ പ്രദേശങ്ങളിലും നോൺ വെജ് ഭക്ഷണ വിതരണം പാടില്ലെന്നാണ് UP സർക്കാരിൻ്റെ ഉത്തരവ്. നിയമലംഘനമുണ്ടായാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മേഖലയിലെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. നേരത്തെ ഇവിടങ്ങളിലെ ഇറച്ചിക്കടകൾ അടപ്പിച്ചിരുന്നു. പിന്നാലെയാണ് പുറത്തുനിന്ന് പോലും ഭക്ഷണം എത്തിക്കരുതെന്ന നിർദ്ദേശം കൂടി എത്തുന്നത്. രാമക്ഷേത്രത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ നിയന്ത്രണമുള്ളത്. അവിടേക്ക് ഒരു തരത്തിലും നോൺ വെജ് ഭക്ഷണം എത്തിക്കാൻ പാടില്ല. സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകൾക്കും ആ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പാഞ്ച് ക്രോസി പരിക്രമ യാത്ര നടക്കുന്ന പ്രദേശങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകൾ മാംസാഹാരം വിതരണം ചെയ്യുന്നുണ്ടെന്ന് നാട്ടുകാരുടെ പരാതി ലഭിച്ചുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സഞ്ചാരികളായി എത്തുന്നവരാണ് ഇത്തരത്തിൽ ഭക്ഷണം വാങ്ങുന്നത്. അയോധ്യയിലെ ചില ഹോട്ടലുകളും ഹോം സ്റ്റേകളും അതിഥികൾക്ക് സസ്യാഹാരവും മദ്യവും വിളമ്പുന്നുണ്ടെന്നും പരാതി ലഭിച്ചിരുന്നു. അത്തരം സ്ഥാപനങ്ങൾക്കും നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അയോധ്യയെയും ഫൈസാബാദിനെയും ബന്ധിപ്പിക്കുന്ന 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ മദ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും വിൽപ്പന നിരോധിക്കാൻ 2025 മെയ് മാസത്തിൽ അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മദ്യവിൽപ്പന നിരോധനം നടപ്പിലായിരുന്നില്ല. അതേസമയം ഫൈസാബാദ്, റോസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഇറച്ചിക്കടകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അടപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നോൺ വെജ് എത്തിച്ചതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിന് കാരണമായിരിക്കുന്നത്. ഒരാൾ എന്ത് കഴിക്കുന്നു, കുടിക്കുന്നു എന്നത് വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ്. വ്യക്തി അവകാശങ്ങൾ എന്നതിനപ്പുറം UPയിലെ ഇറച്ചിക്കടകളുടെ നിരോധനത്തിന് മറ്റൊരു വശം കൂടിയുണ്ടെന്നാണ് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റായ MA കലാം ചൂണ്ടിക്കാട്ടുന്നത്. ഉത്തർപ്രദേശിലെ മിക്ക കശാപ്പുകാരും മാംസം വിൽക്കുന്നവരും മുസ്ലിങ്ങളാണ്. അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ വലിയൊരു പങ്ക് ദളിതരും. അതുകൊണ്ട് തന്നെ ഇത്തരം നിരോധനങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ദുർബലമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തിടെ പഞ്ചാബ് സർക്കാരും സമാനമായ തീരുമാനമെടുത്തിരുന്നു. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം പൂർണ്ണമായി പുണ്യനഗരിയായി പ്രഖ്യാപിച്ച് ഇറച്ചിയും മീനും മദ്യവും ഉൾപ്പെടെ നിരോധിച്ചായിരുന്നു ആ ഉത്തരവ്. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അമൃത്സർ, ശ്രീ അനന്തപൂർ സാഹിബ്, തൽവണ്ടി സാബോ എന്നിവയെയാണ് പുണ്യനഗരികളായി സംസ്ഥാനം ഭരിക്കുന്ന AAP സർക്കാർ അന്ന് പ്രഖ്യാപിച്ചത്.